Hi friends, welcome to Nisha's Home Cooking. This recipe is Ulli Theeyal. Ulli Theeyal is 250 gram cherry ulli എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 50 gram അടുപ്പിച്ച് അതൊരു നല്ലൊരു നാരങ്ങയുടെ നല്ല വലിയൊരു നാരങ്ങയുടെ സൈസിൽ വാളംപുളി എടുത്തു വെച്ചിട്ടുണ്ട്. ഈ വാളംപുളിയിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് ഞാൻ പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഒരു ഗ്ലാസ് ചൂടുവെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതിനെ കുതിർത്താൻ വെക്കാം. ഒരു അരമുക്കാൽ മണിക്കൂർ കുതിർന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഇതിൻ്റെ നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഉള്ളി ഇപ്പം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ചെറുതും വലുതുമായിട്ടുള്ള ഉള്ളിയായിരുന്നു, അതുകൊണ്ട് അതിനനുസരിച്ചാണ് നമ്മൾ അരിഞ്ഞത്. നമുക്കിതിനെ കുറച്ചൊരു എണ്ണ ഒഴിച്ചിട്ട് ഇതിനെ നമ്മൾ വഴറ്റാനിടാം. ശകലം ഉപ്പിട്ട് കൊടുക്കാം പെട്ടെന്ന് വഴറ്റാനായിട്ട്. അപ്പം നമ്മൾ ഉള്ളി വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിനിച്ചിരി കടുകൊക്കെ പൊട്ടിച്ച് തേങ്ങ വരട്ടാം. ആദ്യം ഞാൻ ഇച്ചിരി 1 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുവാണ്. അപ്പോൾ കടുക് പൊട്ടി നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് ഇനി ഞാനിപ്പോൾ ഇതിനകത്ത് ഇടുന്നത് കുറച്ച് തേങ്ങാക്കൊത്ത് ഇങ്ങനെ ഇത് എനിക്കിങ്ങനെ എന്താണ് തീയലിനകത്ത് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമായിട്ട് തോന്നുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇടുന്നത്. വളരെ കുറച്ചേ ഉള്ളൂ, 1 സ്പൂണേ ഉള്ളൂ എങ്കിലും അതാണ് ഇതിനകത്ത് ഇടുന്നത്. നമുക്കിതിനെ ഒന്ന് നല്ലപോലെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഇങ്ങനെ നല്ല ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്കൊരു മുളക് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മുറിച്ചങ്ങിട്ട് അതിനെയും കൂടി ഒന്ന് കൂട്ടി ഇങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മളിത് ഇതിങ്ങനെ ഇത് നമുക്ക് മാറ്റി അങ്ങ് വെക്കാം. ഈ കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ഇടാം. ഇപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ 2 ടീസ്പൂൺ മല്ലിയാണ്, പിന്നെ 2 മുളകും. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും എടുത്താൽ മതി. ഇതുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടും. ഏതൊക്കെയാലും നമ്മൾ തേങ്ങ വറുത്ത് പൊടിക്കാൻ പോവുകയാണല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ ചെയ്യാനായിട്ടാണ്. ഇല്ല എങ്കിൽ ഇപ്പം ഇടരുത്, അത് നമ്മൾ ലാസ്റ്റ് തേങ്ങ വറക്കുമ്പോഴേ വറന്ന് തീരുമ്പോഴേ ഇടാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ മല്ലി ജസ്റ്റ് ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് 1 കപ്പ് തേങ്ങ, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിയിൽ നിന്ന് ഞാനൊരു കുറച്ച് ഉള്ളിയും കൂടി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഒരു 2-3 കറിവേപ്പില. ഇതെല്ലാം കൂടി നമുക്ക് നല്ല ബ്രൗൺ ആകുന്നവരെ വറുത്തെടുക്കാം. അപ്പം നമ്മുടെ തേങ്ങ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി അരച്ചെടുക്കാം. ഇത് വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാനായിട്ട്. അപ്പം വെള്ളം ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് പോവും, അത് അത്ര നല്ല ഭംഗിയുണ്ടില്ല കാണാനായിട്ട്. അതാണ് നമ്മുടെ ഉള്ളി ഇതേ വഴന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വറുത്തരച്ച തേങ്ങ നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് അരിഞ്ഞ് വന്നിട്ടുണ്ട്. 1 കപ്പ് തേങ്ങയല്ലേ എടുത്തത്, അപ്പോൾ അത് ക്വാണ്ടിറ്റി മിക്സി കുറവായതുകൊണ്ടുണ്ടല്ലോ നമുക്ക് കുറേ സമയം എടുക്കും ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ബെറ്റർ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു തേങ്ങയൊക്കെ മൊത്തം 2 കറിക്കുള്ളതൊക്കെ ഒന്നിച്ചരച്ചിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് ഈസി ആയിട്ട് അരച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒത്തിരി ടൈം എടുക്കും. പിന്നെ വെള്ളം കൂട്ടി അരച്ചാൽ ഇതിൻ്റെ കറക്റ്റ് കളറൊന്നും കിട്ടത്തില്ല, അതത്ര രസമില്ല കാണാനായിട്ട്. ഇതുണ്ടോ, ഈ പുളി എടുത്ത് വെച്ചിരുന്ന പുളി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മൊത്തം പുളി ആവശ്യം ഉണ്ടായിരിക്കുമോ എന്ന് തോന്നുന്നില്ല, നമുക്ക് ആവശ്യം പോലെയാണ് ഒഴിക്കേണ്ടത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ സാമ്പാർ പൊടി ഇടുവാണ്. സാമ്പാർ പൊടി ഇല്ലെങ്കിൽ കായപ്പൊടി ഇട്ടാലും മതി, ഒരു ടേസ്റ്റ് കൂട്ടും ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും. നമുക്ക് ഇപ്പോൾ പുളി നോക്കിയപ്പോൾ പുളി ഓക്കെയാണ്. ഇച്ചിരി നീട്ടണം. നമുക്ക് ശകലം വെള്ളവും കൂടി ഒഴിക്കുമെന്ന്. അപ്പോൾ കണ്ടോ, നമ്മുടെ കറിയുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉള്ളി തീയൽ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് നേരത്തെ കടുക് പൊട്ടിക്കാനായിട്ട് എടുത്ത് വെച്ചിരുന്നതും കൂടി ഇതിൻ്റെ പുറത്തോട്ട് ഇട്ടിട്ട് നമുക്ക് നിർത്താം. ഞാൻ ഇടയ്ക്ക് ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി കുറവുണ്ടായിരുന്നതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, അതുപോലെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.